പ്രൈസറോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇത് സ്ഥലങ്ങളിന്റെ അക്ഷരമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഉത്തമഗീതം 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ഞാൻ ശാരൂനിലെ പനനീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവും ആകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. 2 പുഷ്പങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നത്. അല്ലേറിയ അതിൽ നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ ശാരൂനിലെ പനനീർ പുഷ്പം എന്നുള്ളതാണ്. ലോകത്തിൽ എവിടെ നോക്കിയാലും നമ്മുടെ കണ്ണുകൾക്ക് ഇമ്പം തരുന്ന, നമ്മെ ആസ്വദിപ്പിക്കുന്ന, നമ്മെ വശീകരിക്കുന്ന, സൗരഭ്യം തൂകുന്ന അനവധി പുഷ്പങ്ങളെ നമുക്ക് കാണാൻ കഴിയും. പുഷ്പങ്ങളെ കൊണ്ട് നിറയപ്പെട്ട ഒരു തോട്ടമാണുള്ളത് പറഞ്ഞാൽ നാം വസിക്കുന്ന ഭൂമി. പല ഗാർഡനുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലാത്തതായ അതിമനോഹരമായ പുഷ്പങ്ങൾ നിൽക്കുന്ന കാണാൻ കഴിയും. പുഷ്പത്തോട് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഈ പുഷ്പത്തെ മടുക്കുന്നവരും വെറുക്കുന്നവരും ആരും കാണത്തില്ലെന്നുള്ളതാണ്. എല്ലാവരും പുഷ്പങ്ങളെ ഇഷ്ടപ്പെടും. അങ്ങനെ ഭൂമി മുഴുവൻ അനവധി പുഷ്പങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് ഞാൻ ശാരൂനിലെ പനനീർ പുഷ്പമാണ്. അപ്പൊ എന്താണ് ഈ ശാരൂനിലെ പനനീർ പുഷ്പം? പ്രയോജനം, ഈ പുഷ്പം ഭൂമിയിലുള്ള ഒരു ഗാർഡനിലും കാണത്തില്ല. ഭൂമിയിലെങ്ങും ഈ പുഷ്പം കാണാൻ പറ്റത്തില്ല. പ്രയോജനം, ഒരു ഉൽപാദകർക്കും ഒരു സംരക്ഷകർക്കും ഒരു സംരംഭകർക്കും ഗാർഡൻസ് ഒക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് ആയിരിക്കുന്നവർക്ക് പോലും ഈ ശാരൂനിലെ പനനീർ പുഷ്പം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ആ പുഷ്പത്തെയാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ ഇത് പഴയ നിയമത്തിൽ വായിക്കുന്ന ഉത്തമഗീതം എന്ന് പറഞ്ഞ ശലോമോൻ എഴുതിയ പുസ്തകമാണ്. അപ്പൊ ശലോമോൻ ഇവിടെ പ്രിയൻ എന്ന നിലയിലേക്ക് എത്തി. പ്രിയൻ ശൂനേകാരിയോട് പറയുന്ന ഭാഗമാണ് വായിച്ചത്. ഈ ശലോമോൻ ക്രിസ്തുവിന്റെ നിഴലാണ്, ശൂനേകാരി എന്ന സഭയ്ക്ക് നിഴലാണ്. അപ്പം ക്രിസ്തു സഭയോട് പറയുന്നത്, അല്ലെങ്കിൽ ശലോമോൻ ശൂനേകാരിയോട് പറയുന്നതാണ് ഞാൻ ശാരൂനിലെ പനനീർ പുഷ്പമാണ്. വളരെ നമുക്ക് സന്തോഷം തരുന്ന ഒരു വചനമാണ്. അപ്പം എല്ലാത്തിനും അതിൻ്റെതായ ശ്രേഷ്ഠതകളെ ദൈവം കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടികൾക്കെല്ലാം ദൈവം വളരെ മനോഹരമായ ശ്രേഷ്ഠതകളെ കൊടുത്തിട്ട് ഒന്നിനോടൊന്ന് ആമല്യം മെച്ചപ്പെട്ടല്ല നിർത്തിയിരിക്കുന്നത്. അല്ലേലിയ. അപ്പൊ അതിപ്പം പക്ഷികളിലായിരുന്നാലും മൃഗങ്ങളിലായിരുന്നാലും മനുഷ്യരിലായിരുന്നാലും ദൈവത്തിന്റെ സൃഷ്ടികൾ എന്താണോ അതിലെല്ലാം അതിശ്രേഷ്ഠമായിട്ടാണ് ദൈവം ഓരോന്നിനെയും നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അല്ലേലിയ. മനുഷ്യരെ എത്ര ശ്രേഷ്ഠമാണ് ദൈവം നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം മുകളിലാണ് ഈ ശാരൂനിലെ പനനീർ പുഷ്പം എന്ന് പറയുന്നത്. രക്തജയം. നമ്മൾ ആ ഭാഗത്തേക്ക് ചിന്തിച്ചു വരിക. അപ്പം സിംഹത്തിന് സിംഹ എപ്രകാരം അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് രാജാവായിരിക്കുന്നു, കഴുകു പക്ഷികൾക്ക് എപ്രകാരം രാജാവായിരിക്കുന്നു, അതുപോലെ തന്നെ പുഷ്പങ്ങൾക്കും രാജ്ഞിയായി ശോഭിക്കുന്നതാണ് അല്ലെങ്കിൽ ശാരൂനിലെ പനനീർ പുഷ്പം. അല്ലേലിയ. കാരണം അല്ലെങ്കിൽ കാട്ടുപുഷ്പങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. കാട്ടിൽ അനവധി പുഷ്പങ്ങളെ കാണാൻ കഴിയും. അല്ലേലിയ. സ്തോത്രം. കർത്താവ് അതിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ശാരൂനിലെ പനനീർ പുഷ്പം മനോഹരമായതാണ്. കാട്ടിലെ ഒരു പുഷ്പം പോലല്ല, ഇത് ശാരൂനിലെ അല്ലേലിയ പുഷ്പമാണ്. ഇത് വളരെ മനോഹാരിതമായതാണ്. അടുക്കുകളായിട്ടുള്ള ഇതളുകളോട് കൂടിയതും ഭംഗിയുള്ളതും വലിപ്പമുള്ളതും നല്ല നറുമണം വീശുന്നതും അല്ലേലിയ. നറുമണം വീശുന്നതും അല്ലേലിയ. എല്ലാ പുഷ്പങ്ങളെക്കാളും രാജകീയ പ്രൗഢിയോടുകൂടി നിൽക്കുന്നതുമാണ് അല്ലേലിയ ഈ ശാരൂനിലെ പനനീർ പുഷ്പം. അത് നല്ല ശോഭയോടുകൂടി നിൽക്കുകയാണ്. അപ്പം പുഷ്പങ്ങളുടെ രാജ്ഞിയാണ് അല്ലേലിയ. സ്തോത്രം. പുഷ്പങ്ങളുടെ രാജ്ഞിയാണ്. പ്രൈസലോ. അപ്പൊ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത് നമുക്ക് ഈ പുഷ്പമായിട്ട് എന്താണ് ബന്ധം? പ്രൈസലോ. ഈ ലോകത്തിലുള്ള സകല സാധനങ്ങളുമായിട്ട് മനുഷ്യന് ബന്ധമുണ്ട്.
കരയും അല്ലെങ്കിൽ കടലുമായിട്ട് ബന്ധമുള്ളതുപോലെ മനുഷ്യനും കടലുമായിട്ടും മനുഷ്യനും കരയുമായിട്ടും മനുഷ്യനും ആകാശമായിട്ടും മനുഷ്യൻ ഭൂമിയായിട്ടും സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും അതുപോലെ മനുഷ്യന്മാരുടെ ബന്ധം, മൃഗങ്ങളും നമ്മളുമായിട്ടുള്ള ബന്ധം, പക്ഷിപർവ്വജാതികളും നമ്മളുമായിട്ടുള്ള ബന്ധം, ഇഴജാതികളും നമ്മളുമായിട്ടുള്ള ബന്ധം, അങ്ങനെ എല്ലാത്തിനും പരസ്പരം ഓരോരോ കണക്ഷനുണ്ട്. പ്രൈസലോ. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തെ വായിക്കുമ്പോൾ നമ്മളൊക്കെ സ്കൂളുകളിൽ കടന്നു പോകുന്ന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ വളരെ നമ്മൾ സ്തോത്രം ദൂരെ യാത്ര ചെയ്ത് പോകുന്നവരാണ്. അന്ന് നമ്മൾ പോകുന്ന സമയങ്ങളിലൊക്കെ വഴിയോരങ്ങളൊക്കെ നല്ല മനോഹാരിതമായ പുഷ്പങ്ങൾ നിൽക്കുകയും നറുമണം വീശുകയൊക്കെ ചെയ്യും നമ്മൾ കണ്ട് ആസ്വദിച്ച് പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലും ഉണ്ട് കേട്ടോ അല്ലേരിയ. അങ്ങനെ നമ്മൾ ഓരോരോ തോട്ടത്തിന്റെ നടിയിലൂടെ ചെല്ലുമ്പോഴും അല്ലേരിയ നല്ല റോസപുഷ്പമൊക്കെ വളർന്നു നിന്ന വളരെ മണം കൊടുക്കുന്നത്, സൗരഭ്യം കൊടുക്കുന്നത് കാണാൻ കഴിയും അല്ലേരിയ. ഒരിക്കലും ഒരു പെൺകുട്ടി ഇങ്ങനെ സ്കൂളിൽ പോവുകയാണ്. ഒരു പെൺകുട്ടി സ്കൂളിൽ പോകുമ്പോൾ അവൾ ഒരു പൂന്തോട്ടത്തിന്റെ നടുവിലൂടെ പോകുന്നത്. ആ പൂന്തോട്ടത്തിന്റെ നടുവിലൂടെ ഇവൾ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ എല്ലാ ദിവസവും റോസാപുഷ്പം ആകർഷിക്കും. അതിന്റെ സൗരഭ്യന്റെ നറുമണം അവളെ വല്ലാത്ത ആകർഷണത്തിലേക്ക് കൊണ്ടുവരും, അല്ലേ കൊണ്ടുവന്നു. അപ്പൊ അവള് ഈ റോസാ പുഷ്പങ്ങൾ അല്ലെങ്കിൽ അമ്മയെ കൊണ്ട് തന്റെ മേശയെ അലങ്കരിക്കാറുണ്ട്. അതിൽ ഒരു റോസ് പുഷ്പം എടുത്തുകൊണ്ട് വന്ന് ഇവിടെ മേശയെ കൊണ്ടുവെക്കും. ആ മേശയിൽ കൊണ്ട് ഈ റോസാപുഷ്പം വെച്ച് കഴിയുമ്പം ആ മേശ മാത്രമല്ല ആ മുറിക്കകത്തൊക്കെ നല്ല സൗരഭ്യമായിരിക്കും. പ്രൈസലോ. അപ്പൊ റോസപുഷ്പങ്ങൾ എത്ര മനോഹരമാണ്. റോസപുഷ്പങ്ങൾ റോസച്ചെടി ആരും ഈ വെറുപ്പുള്ളവരില്ല. കാരണം റോസപുഷ്പം നല്ല മണമാണല്ലോ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തെ അല്ലേലിയ ഒരു ഷാരോനിലെ അല്ലേലിയ ആമേ പനനീർ പുഷ്പത്തോടെ ദൈവം ചേർത്ത് പഠിപ്പിക്കുന്നു. നിങ്ങൾ ഭൂമിയിലുള്ള ഒരുപാട് കാട്ടുപുഷ്പങ്ങളുണ്ട്, നാട്ടിലെ പുഷ്പങ്ങളുണ്ട്, നറുമണം വീശുന്ന റോസ പുഷ്പമുണ്ട്. അതിനോടൊന്നും ചേർക്കാതെ ദൈവം നിങ്ങളെ ഷാരൂനിലെ റോസപുഷ്പമായിട്ടാണ് വെച്ചിരിക്കുന്നത്. മനുഷ്യനെ ദൈവം വെച്ചിരിക്കുന്നത് ഷാരൂനിലെ റോസപുഷ്പമായിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രിയ ശൂന്യകാരിയോട് പറയുന്നത്, ഞാൻ ഷാരൂനിലെ പനനീർ പുഷ്പവും താഴ്വരകളിലെ അല്ലേലൂയ സ്തോത്രം അല്ലേലൂയ താമരപ്പൂവാണ്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നിങ്ങൾ ഷാരൂനിലെ, നിങ്ങളുടെ ജീവിതത്തിലെ ഷാരൂനിലെ റോസാപുഷ്പങ്ങൾ കൊണ്ട് നിങ്ങൾ അലങ്കരിക്കണം. ഈ ലോകത്തിന്റെ ചപ്പും ചാവറും ലോകത്തിന്റെ ചെളികളിലൊന്നും നിങ്ങൾ വീണ് പോയി നിങ്ങളുടെ ജീവിതം അശുദ്ധമാകാതെ നിങ്ങൾ ദുർഗന്ധം വമിക്കുന്നവരായി തീരാതെ നിങ്ങൾ സുഗന്ധം പരത്തുന്നവരായിരിക്കണം. അല്ലേ? ചില ആളുകളെയൊക്കെ കണ്ടു, അയ്യോ അവനോട് മിണ്ടണ്ട കേട്ടോ, അവളോട് സംസാരിച്ച് ശരിയാകത്തില്ല എന്നൊക്കെ പറയുന്ന എത്രയോ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടല്ലേ. അല്ലേരിയ. എന്റെയൊക്കെ ചെറുപ്രായത്തിൽ അങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ സുഗന്ധം പരത്തുന്നതല്ല, ഞങ്ങളൊക്കെ ദുർഗന്ധം പരത്തുന്നവരായി നടന്നവരാണ്. അങ്ങനെ ദുർഗന്ധം വമിക്കുന്ന ചിന്തകളും ജീവിത ശൈലിയുമായിട്ടൊക്കെ നടന്നപ്പോൾ ജനം ഞങ്ങളെയൊക്കെ വെറുത്തിട്ടുണ്ട്. അവരോട് മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒഴിവാക്കുന്ന അനവധി സാഹചര്യങ്ങൾ ഞാനിന്ന് ഓർത്തു പോവുകയാണ്. പ്രൈസലോ. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കത അങ്ങനെ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ നിന്നാണ് ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ച് ഷാരൂനിലെ പനനീർ പുഷ്പമാക്കി മാറ്റിയത്. ഇതൊരു പുഷ്പമല്ല. ഭൂമിയിൽ ഒരു ഗാർഡൻസ് അല്ലെങ്കിൽ വീട്ടുമുറ്റം നമ്മൾ വളർത്താൻ ഒരു റോസപുഷ്പത്തെക്കാൾ ശ്രേഷ്ഠമേറിയ നറുമണം വീശുന്ന പനനീർ പുഷ്പമായി ദൈവം എന്നെ നിങ്ങളെ വേർതിരിച്ചു. നമുക്ക് ഈ പനനീർ പുഷ്പത്തിന് പ്രിയനുമായിട്ടൊരു ബന്ധമുണ്ട്. അല്ലെ? പ്രിയൻ എന്ന് പറയുമ്പോൾ ശലോമോനാണ്. ശലോമോൻ ക്രിസ്തുവിന് തരില്ല. അപ്പൊ ഇവിടെ ഈ ശൂന്യകാരി സഭയ്ക്കുന്ന, അപ്പം ദൈവത്തിന്റെ സഭയായിരിക്കുന്ന ഞാനും നിങ്ങളും പനനീർ പുഷ്പം പോലെ അല്ലിയ നമ്മുടെ ജീവിതത്തെ അലങ്കരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയനായിരിക്കുന്ന കർത്താവുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ നിൽക്കണം. അപ്പം പനനീർ പുഷ്പം പ്രിയനോടുള്ള ബന്ധം അല്ലേറിയ ആ ഒരു അനുഭവമാണ് ക്രിസ്തു നമ്മൾ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ എന്നെ കേൾക്കുന്നത് യേശു ക്രിസ്തുവിനെ ശോഭയേറിയ ഉദയനക്ഷത്രം എന്ന് നമുക്ക് കാണാൻ കഴിയും. യേശു ക്രിസ്തു ശോഭയേറിയ ഉദയനക്ഷത്രമാണ്. അല്ലേ? എൻഗതി മുന്തിരിത്തോട്ടങ്ങളിലെ മൈലാഞ്ചി പൂക്കുല പോലെ എന്നവനെ വിളിക്കുക. എൻഗതി അല്ലിയ മരുഭൂമി മുന്തിരിത്തോട്ടത്തിലെ മൈലാഞ്ചി പൂക്കല എന്ന് നമ്മുടെ കർത്താവിനെ വിളിക്കാറുണ്ട്. അല്ലേലിയ. മാത്രമല്ല മൂറി തൈലമെന്നും ലെബാനൂരിലെ ദേവദാരുവെന്നും പരിമള തൈലമെന്നും മനോഹരമായ നാരകമെന്നൊക്കെ നമ്മുടെ കർത്താവിനെ സംബോധന ചെയ്യാറുണ്ട്. എങ്ങനെയൊക്കെയാണ് നമ്മുടെ കർത്താവിനെ സംബോധന ചെയ്യുന്നത്? എൻഗതി മുന്തിരിത്തോട്ടിലെ മൈലാഞ്ചി പൂക്കുല. അല്ലേലിയ. രണ്ടെന്താണ്? മൂറി തൈലം.
മൂന്നെന്താണ്? ലെബാനോനിലെ ദേവദാരു. 4 പരിമള തൈലം. 5 മനോഹരമായ നാരകം എന്നൊക്കെ വിളിക്കാറുണ്ട്. നമ്മുടെ കർത്താവിന്റെ ശ്രേഷ്ഠത ഇതൊക്കെ കേട്ടോ. അത്ര നല്ലൊരു കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ വെച്ച് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. ലോകത്തിലെ അനവധി ഭാഗ്യങ്ങളെ കുറിച്ച് നിങ്ങൾ കണ്ടു കേട്ടൊക്കെ ചിന്തിച്ചേക്കാം. പക്ഷെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ മുന്തിരിത്തോട്ടത്തിലെ മൈലാഞ്ചി പൂക്കൾ പോലെ നമുക്ക് കിട്ടിയത് കൊണ്ടാണ്. മൂറിൻ തൈലം പോലെ, ലെബാനോനിലെ ദേവദാരു പോലെ, പരിമള തൈലം പോലെ, മനോഹരമായി നാരകം പോലെ ഇവയെല്ലാം വളരെ സുഗന്ധം സൗരഭ്യം വരുത്തുന്ന നമ്മുടെ നല്ല ഇടയനായിരിക്കും, നമ്മുടെ പ്രിയനായിരിക്കുന്ന സഭയുടെ ശിരസ്സായിരിക്കും നമ്മുടെ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയത്രോളം സന്തോഷം ഈ ഉലകത്തിൽ മറ്റൊന്നുമില്ല. സഹോദര സഹോദരി, ക്രിസ്തു നിന്റെ ജീവിതത്തിൽ അല്ലേലൂയ എൻഗതി മുന്തിരിത്തോട്ടത്തിലെ മൈലാഞ്ചി പൂക്കുല പോലെ നിന്റെ ജീവിതത്തിലുണ്ടോ? പ്രൈസലോ അല്ലേലൂയ. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ കാണണം. അപ്പം കർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറയുക. അതേ സമയം തന്നെ ശാരോനിലെ പനനീർ പുഷ്പം എന്നത് അവന്റെ മനോഹരമായ നാമങ്ങളിൽ ഒന്നാണ്. അപ്പോൾ തന്നെ കർത്താവിന്റെ നാമത്തെ കുറിച്ച് മുമ്പും ശാരോനിലെ പനനീർ പുഷ്പം എന്നതും അവന്റെ മനോഹരമായ നാമങ്ങളിലൊന്നാണ്. ഹല്ലേലൂയ. ഇതും കർത്താവിന്റെ നാമത്തോട് ചേർത്ത് വീണ്ടും പഠിക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ അപ്പം നമ്മൾ ഈ ശാരോനിലെ പനനീർ പുഷ്പം പോലെ നിങ്ങളുടെ ജീവിതത്തെ അലങ്കരിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ശാരോനിലെ പനനീർ പുഷ്പമായിരിക്കുന്ന ക്രിസ്തുവിനെ അലങ്കരിക്കണമെന്നാണ്. ശാരോനിലെ പനനീർ പുഷ്പത്തെ വഹിച്ചുകൊണ്ട് ഏറ്റുകൊണ്ട് നടക്കുന്ന ശാരോനിലെ പനനീർ പുഷ്പത്തിന്റെ ആ മണവും ഗുണവും നിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണമെന്നാണ്. അതിൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വേണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ക്രിസ്തുവിന്റെ നാമധേയങ്ങളിൽ ഒന്നായിട്ട് പനനീർ പുഷ്പം കാണാൻ കഴിയും. അവന്റെ മനോഹരമായ നാമധേയങ്ങളിൽ പലതും നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ യേശു എപ്രകാരമുള്ളവനെന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ യേശുവിനെ എപ്രകാരമുള്ളവനെന്ന് കാണാൻ കഴിയും. അപ്പൊ ഈ ഉത്തമഗീതത്തിൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് വിവിധ നിലകളിലാണ് വർണ്ണിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ, ഹല്ലേലൂയ, 10,000 അതിശ്രേഷ്ഠം തന്നെ. നമ്മുടെ കർത്താവ് ആരാണ്? വെണ്മയും ചുമപ്പും ഉള്ളവൻ, 10,000 അതിശ്രേഷ്ഠൻ തന്നെ. എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മുടെ കർത്താവിന്റെ സൗന്ദര്യത്തോളം, നമ്മുടെ കർത്താവിന്റെ തേജസ്സിനോളം, നമ്മുടെ കർത്താവിന്റെ സുഗന്ധത്തോളം, നറുമണത്തോളം, സൗരഭ്യത്തോളം ഈ ഭൂമി സൗരഭ്യം വരുത്തുന്നതൊന്നുമില്ല. ദുർഗന്ധം വമിച്ചു കിടന്ന, ദുർഗന്ധത്തിന്റെ അനുഭവത്തിൽ ജീവിച്ച, ചെളിക്കൊണ്ട് ജീവിച്ച, മദ്യത്തിനും മയക്കുമരുന്നിനും പാനസ ലഹരിക്ക് വടിവപ്പെട്ട് ഈ ലോകത്തിന്റെ ജടികമായ ജീവിതം നയിച്ച് മനുഷ്യനാൽ വെറുക്കപ്പെട്ട ജീവിതത്തിന്റെ നടുവിൽ എല്ലാവരും ഇതിനെ തള്ളപ്പെട്ടപ്പോൾ, തള്ളിക്കളഞ്ഞപ്പോൾ, വീട്ടുകാർ പോലും ഇതിനെ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചപ്പോൾ, ആർക്കും വേണ്ടാത്തനായി മരിച്ച മതി എന്ന് പറഞ്ഞ് ജീവിച്ചതിന്റെ കാലഘട്ടമുണ്ട്. അങ്ങനെയുള്ള കാലഘട്ടത്തിലേക്ക് നീ ചെന്നപ്പോൾ കർത്താവ് നിന്നെ വിളിച്ച് വേർതിരിച്ച് ശാരോനിലെ പനനീർ പുഷ്പമായിരിക്കുന്ന കർത്താവിനെ നീ അലങ്കരിക്കപ്പെടുവോ? നീ കർത്താവിനെ അലങ്കരിക്കപ്പെട്ട് ഭൂമിയിൽ നീ അല്ലയോ സോദരൻ എൻഗതിയിലെ മൈലാഞ്ചിത്തോട്ടിലെ മുന്തിരിത്തോട്ടിലെ മൈലാഞ്ചി പൂക്കൾ പോലെ, മാത്രമല്ല മൂറിൻ തൈലം പോലെ, ദേവദാരു പരിമള തൈലം പോലെ, മനോഹരമായി നാരകം എന്ന് പറഞ്ഞുപോലെ ആ കർത്താവിനെ അനുഗ്രഹിച്ചുകൊണ്ട് അനുഗമിച്ചുകൊണ്ട് ആ കർത്താവിനെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഹല്ലേലൂയ നീ എന്നും നറുമണം പൂശുന്നവളായി ഹല്ലേലൂയ നമ്മുടെ കർത്താവിനെ നീ ജീവിതത്തിൽ ചേർത്ത് പിടിക്കണം. അത് ശാരോനിലെ പനനീർ പുഷ്പമായി. അപ്പം ഇവിടെ സ്വതന്ത്രം ഈ ശരവും പറയുന്ന വർണ്ണനയത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ യേശുക്രിസ്തു എപ്രകാരമുള്ള എന്റെ പ്രിയം വെണ്മയും ചുമപ്പുകളും 10,000 വീട്ടിൽ അതിസുന്ദരൻ അതിശ്രേഷ്ഠൻ തന്നെ. അല്ലെങ്കിൽ അവ സർവാംഗ സുന്ദരൻ എന്ന് ഉത്തമഗീതം 5:16 വീഴിക്കുന്നുണ്ട്. എവിടെ ഇങ്ങനെ ഇരിക്കുന്നു? അവൻ സർവാംഗ സുന്ദരൻ തന്നെ. അല്ലെങ്കിൽ യെരൂശലേം പുത്രിമാരെ, ഇവനത്രേ എന്റെ പ്രിയൻ, ഇവനത്രേ എന്റെ സ്നേഹിതൻ. ഇങ്ങനെ വർണ്ണിക്കാൻ യേശുവിനെ കുറിച്ച് അല്ലാതെ മറ്റാർക്കാണ് കഴിയുന്നത്? ഞാൻ പറയട്ടെ, ഞാനൊക്കെ ജീവിതത്തിൽ തകർന്ന തരിപ്പണമായി ലോകത്തിന്റെ ചെളിക്കുണ്ടിൽ വീണ് കിടന്ന വ്യക്തി. ആർക്കും ഇഷ്ടമില്ലായിരുന്നു, ആർക്കും വേണ്ടായിരുന്നു. ജനം എന്നെ വെറുത്തിരുന്നു.
അത്രമാത്രം ജീവിതത്തിൽ തകർന്ന് തരിപ്പണമായി മരിച്ചാ മതി എന്നുള്ള ചിന്തയിലൂടെ ജീവിച്ചിരുന്ന എൻ്റെ കാലഘട്ടത്തിൽ ദുർഗന്ധം വമിക്കുന്ന ആ ജീവിതത്തിലേക്കാണ് ശാരൂരിലെ പനനീർ പുഷ്പമായി കർത്താവ് എൻ്റെ ഉള്ളിലേക്ക് വന്ന് എന്നെ ആ പനനീർ പുഷ്പത്തോട് ചേർത്ത് നിർത്തി അലങ്കരിച്ച് എന്നിലൂടെ ആ പനനീർ പുഷ്പത്തെ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി വിലപ്പെട്ടവനായി മാറി, പ്രയോജനമുള്ളവനായി മാറി. അപ്പൊ ഇന്നത്തെ എൻ്റെ സന്തോഷം കേട്ടോ, ലേലിയ. അല്ലാതെ ഈ ലോകത്തിൽ ഒരുപാട് പണമുള്ളത് കൊണ്ടോ പേരുള്ളത് കൊണ്ടോ സ്ഥാനമാനങ്ങളുള്ളതുകൊണ്ടോ ഇന്ത്യയുടെ പ്രഥമ സ്ഥാനത്തിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉന്നതമായ സ്ഥാനത്തിരുന്നുകൊണ്ടോ ഏതൊക്കെയാണ് ഏറ്റവും വലിയ ഉന്നത സ്ഥാനം എന്ന് എനിക്കറിയത്തില്ല. അല്ലേലിയ. അങ്ങനെ നമുക്ക് ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ഇരുന്നത് കൊണ്ടൊന്നും അല്ലേലിയ നമുക്ക് സമാധാനം കിട്ടണമെന്നില്ല, സന്തോഷം കിട്ടണമെന്നില്ല, സ്വസ്ഥത കിട്ടണമെന്നില്ല. ലോകരാജ്യങ്ങളിൽ നിങ്ങൾ വീട് വെച്ചാലും ലോകരാജ്യങ്ങൾ നിങ്ങൾ സ്ഥിരം പോയി വരുന്ന വ്യക്തിയായിരുന്നാലും നിങ്ങളുടെ ഉള്ളിൽ ശാരൂരിലെ പനനീർ പുഷ്പമായിരിക്കും യേശുക്രിസ്തു ഇല്ലെങ്കിൽ, യേശുക്രിസ്തുവിനാൽ നീ അലങ്കരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, നീ നിറയപ്പെട്ടിട്ടില്ലെങ്കിൽ നിന്റെ ജീവിതം തകർച്ച തന്നെയാണ്, നിന്റെ ജീവിതം അസമാധാനം തന്നെയാണ്. അതുകൊണ്ട് സമാധാനമില്ലാതെ ജീവിക്കുന്ന ശ്രോതാവി, സമാധാനമില്ലാതെ ജീവിക്കുന്ന സഹോദരി, നിന്റെ ജീവിതത്തിൽ സമാധാനം തന്ന് സന്തോഷം തന്ന് നിന്നെ സുഗന്ധമുള്ളവളാക്കി മാറ്റുവാൻ, നിന്റെ കുടുംബത്തിന്റെ അശുദ്ധമായ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയെ മാറ്റിയിട്ട് ശാരൂനിലെ പനനീർ പുഷ്പമായിരിക്കുന്ന യേശു നിന്റെ കുടുംബത്തിന്റെ നായകനായി, നിങ്ങളുടെ നായകനായി, നിങ്ങളുടെ ശിരസായി നിങ്ങളിൽ വസിപ്പാൻ യേശു ആഗ്രഹിക്കുന്നു. അവൻ അല്ലെങ്കിൽ വെണ്ണ ചുമപ്പോളനാ 10,000 അതിശ്രേഷ്ഠം തന്നെയാ. അല്ലേറിയ. അപ്പൊ ഇങ്ങനെ നമ്മുടെ കർത്താവിനേക്കാൾ സുന്ദരന്മാരാരും ഈ ഉലകത്തിലില്ല കേട്ടോ. കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ സുന്ദരൻ വെണ്മയും ചുമപ്പോൾ അതിശ്രേഷ്ഠൻ ഈ ഉലകത്തിൽ ആരുമില്ല. നമ്മുടെ യേശു മാത്രമേ ഉള്ളൂ. അതിന് അല്ലേറിയ. നിങ്ങൾക്ക് അങ്ങനെ യേശുവിനെ കാണാൻ കഴിയുമോ? അല്ലേറിയ. നിങ്ങൾക്ക് പറയാൻ കഴിയുമോ സഹോദര സഹോദരി, എൻ്റെ കർത്താവ് വെണ്മയും ചുമപ്പും ഉള്ളവൻ 10,000 അതിശ്രേഷ്ഠനാണെന്നൊക്കെ പറയാൻ പറ്റുമോ? നിങ്ങളുടെ കർത്താവിനെ, നിങ്ങളുടെ ദൈവത്തെ, അല്ലെ നീ സേവിക്കുന്ന, നീ ആരാധിക്കുന്ന, നിന്നെ നടത്തുന്ന, നിനക്ക് ശ്വാസം തരുന്ന, നിനക്ക് ജീവൻ തരുന്ന, ആരോഗ്യം തരുന്ന, നിന്നെ നിലനിർത്തുന്ന ആ ദൈവമുണ്ടല്ലോ, ആ ദൈവത്തെ നോക്കി എനിക്കിങ്ങനെ പറയാൻ കഴിയുമോ? ഞാനൊരു കാലത്ത് പറയത്തില്ല, ഇപ്പം ഞാൻ പറയും കേട്ടോ. എൻ്റെ കർത്താവ് ശാരൂരിലെ പനനീർ പുഷ്പമാണ്. ആ കർത്താവ് എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോഴാണ്, എന്നെ പനനീർ പുഷ്പം കൊണ്ട് അലങ്കരിച്ചപ്പോഴാണ് ഞാനും നറുമണം വീശുന്നവനായി മാറിയതെന്ന് എനിക്ക് പറയാൻ കഴിയും. നിങ്ങൾ അങ്ങനെ വരണം കേട്ടോ. നിങ്ങളുടെ മക്കളും അങ്ങനെ വരണം. അല്ലേരിയ. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ 2-3 സഹോദരന്മാർ ഭയങ്കര മദ്യവെച്ചിട്ടായിരിക്കും വന്ന് നിൽക്കുക. അവന്മാരുടെ കൊണ്ട് വാ വിളിക്കുമ്പോൾ പുറത്തേക്ക് ഒരു നാറ്റം എന്താണെന്നറിയോ? ഈ പുകവലിക്കുന്നവരുടെ നാറ്റം നിങ്ങൾ കണ്ടേ? പുകവലിക്കുന്നവർ. ഞാനൊക്കെ പണ്ട് കള്ളു കുടിച്ചിട്ട് ഈ പട്ടയും ബ്രാൻഡിയൊക്കെ അന്ന് കിട്ടുമല്ലോ, കട്ടാണ്, കടുംപെട്ടെന്നൊക്കെ അന്ന് പറഞ്ഞത്. അതൊക്കെ കുടിച്ച് മനുഷ്യന്റെ മുമ്പിൽ വീഴും, മനുഷ്യൻ ഓടിപ്പോകുന്നതൊക്കെ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം അത്ര നാറ്റമായി മദ്യപാനികളെ. അല്ലേരിയ. അത് പുകവലിക്കുന്നവരെ അതിനെക്കാട്ടി നാറ്റമാണ്. മാത്രമേ ഈ മുറുക്കുന്നവരെ, പുകലയൊക്കെ തിന്നുന്നവരുടെ മേൽ ഭയങ്കര ദുർഗന്ധമാണ്. കാരണം അവർ വലിക്കുന്ന സിഗരറ്റിന്റെ അല്ലെങ്കിൽ വീഡിയുടെ, പുകയിലൂടെ, നിക്കോട്ടിൻ, മദ്യത്തിന്റെ ആ ആൽക്കഹോളൊക്കെ ഉള്ളിലേക്ക് ചെന്നിട്ട് നാം മുറുക്കുന്ന ഈ പുകയുടെയൊക്കെ വിഷം കൊണ്ട് നമ്മുടെ വിയർപ്പിലൂടെ, നമ്മുടെ രോമസുഷിരങ്ങളിലൂടെ, വിയർപ്പിലൂടെ പുറത്തു വരുമ്പോൾ അതിൽ ഭയങ്കര നാറ്റമാണ്. എല്ലാവരും സ്വതന്ത്രം പ്രൈസറോ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലേലിയ. മാത്രമല്ല നമ്മൾ അരികെ നിന്നാൽ തന്നെ ഭയങ്കര നാറ്റമാണ്. അല്ലേലിയ. നാം അവരുടെ വായക്കെന്ന് വിളിച്ച ഭയങ്കര കട്ട് നാറ്റമാണ്. പ്രൈസലോ. കഴിഞ്ഞ ദിവസം അങ്ങനെ ചില ആളുകൾ എൻ്റെ മുമ്പിൽ വന്നത് കേട്ടോ. എഴുന്നേറ്റ് ഓടിയാൽ കൊള്ളാമെന്ന് തോന്നി. പിന്നെ ഞാനങ്ങ് ചിന്തിച്ചു കേട്ടോ, എൻ്റെ ദൈവമേ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചതാണല്ലോ. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ ദുർഗന്ധം വമിക്കുന്ന ഈ സഹോദരന്മാരെ, ഈ ദുർഗന്ധം വമിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന്, ഈ നാറ്റമുള്ള ഈ കടുംപെട്ടായി ജീവിക്കുന്ന ഈ സഹോദരന്മാരുടെ ഉള്ളിലേക്ക് ശാരൂരിലെ പനനീർ പുഷ്പമായ കർത്താവെ കടന്നു ചെന്ന് ഇവരെ പനനീർ പുഷ്പം കൊണ്ട് അലങ്കരിച്ച് ഇവരെ പുറത്തെടുക്കണമേ. ലോകത്ത് നിന്ന് ഈ മദ്യപാനത്തിന് മയക്കു ലഹരിയിൽ പുറത്തെടുത്ത് ഇവരെ കർത്താവിന് വേണ്ടി ശോഭിക്കുന്ന പനനീർ പുഷ്പങ്ങളായി ഇവരെ കർത്താവ് വേർതിരിക്കണമേ. ഇവരുടെ കർത്താവ് ഇവിടെ വെളിപ്പെടണമെന്ന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ മനസ്സിൽ പ്രാർത്ഥിച്ചു കേട്ടോ. അല്ലേരിയ. കാരണം അങ്ങനെയൊക്കെ നമ്മൾ ചില സാഹചര്യങ്ങളൂടെ കടന്നു പോകും. എന്ന് പറഞ്ഞാൽ ഈ മദ്യപാനികളെ നിങ്ങൾ ചിന്തിച്ചോ, ഭയങ്കര നാറ്റമാണ് പുകവലിക്കുന്നവരൊക്കെ. അല്ലേരിയ. അവരുടുക്കുന്ന വസ്ത്രത്തിന് കൂടെ നാറ്റം ഉണ്ടെന്നുള്ളത് കേട്ടോ. അല്ലേരിയ. അവരരിക്കും കൂടെ വരുമ്പോൾ അറിയാം. സ്തോത്രം. മദ്യപാനികൾ അരിക്കും കൂടെ വരുമ്പോൾ അറിയാം. അവരെ എത്ര പെർഫ്യൂം അടിച്ചാലും, എത്ര സെന്റ് അടിച്ചാലും, ഏത് വില കൂടിയ അത്ര അടിച്ചാലും
അവരുടെ ഉള്ളിൽ കിടക്കുന്ന കട്ടിന്റെ മണം ഉണ്ടല്ലോ, അത് അവരുടെ വിയർപ്പിലൂടെ പുറത്തേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. അത് ഭയങ്കര നാറ്റമായിരിക്കും. ചില വഴികളിലൂടെയൊക്കെ നമ്മൾ നടന്നു പോകുമ്പോഴേ, ചില വഴികളിലൂടെ നടന്നു പോകുമ്പോൾ ഭയങ്കര നാറ്റം കയറില്ല, കട്ടുനാറ്റം. നമ്മളൊക്കെ പറയും പാമ്പ് വാവിളിക്കുന്നതൊക്കെ പണ്ടത്തെ ആൾക്കാർ. എനിക്കറിയതിൽ അങ്ങനെയാണോന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു തരുമായിരുന്നു ചെറുപ്രായത്തൊക്കെ. ഇപ്പോഴും എനിക്കതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല, എങ്കിലും ഭയങ്കര കട്ടുനാറ്റം നമ്മൾ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ചില നാറ്റം. ഓഹ് സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, യുവതി, യുവാവി, എനിക്കൊരു കുഞ്ഞെ, നിന്റെ നാവ് കൊണ്ട് നീ മദ്യം തൊടരുത്, നിന്റെ ചൂണ്ടുകൊണ്ട് നീ പുകവലിക്കരുത്, നിന്റെ വാ കൊണ്ട് നീ ഈ മുറുക്കാൻ തിന്നരുത്. ഹല്ലേലൂയ. ഇപ്പം ടൗണുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണല്ലേ, വഴിവരത്ത് പോയി ചെറിയ കുടയൊക്കെ അങ്ങോട്ട് താത്ത് വെച്ചിട്ട്, ഈ വലിയ വിൽപ്പനക്കാരുടെ കുടയുണ്ടല്ലോ, അങ്ങനെ ആ കുടയും കച്ചവടം ചെയ്യുന്ന ആ കുടയൊക്കെ അങ്ങോട്ട് താത്ത് വെച്ച് അതിന് കീഴിൽ മേശക്കീഴിൽ ഒരു മേശയിട്ട് അതിൻ്റെ ഒരുത്തൻ കുനിഞ്ഞ് എപ്പോഴും ഇരിക്കുന്നുണ്ടായിരിക്കും. വണ്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ അവനെന്ത് ഈ പല കൂട്ടുകൂട്ടിയൊരു മുറുക്കാൻ ഇങ്ങോട്ട് തരും. അത് മേടിച്ച് ചിലരൊക്കെ അങ്ങോട്ട് വായിലിട്ട് ചവച്ച് തുപ്പി ഇങ്ങോട്ട് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പുള്ളിയായി ലോകം മുഴുവൻ ഭരിക്കുന്നതെന്ന് തോന്നും. അല്ലേ? കള്ളുകുടിച്ചമാരുടെയും വീട് ഭരിക്കുന്നവരുടെയും ഈ ദുർഗന്ധം വമിക്കുന്നവരുടെ എല്ലാം ചിന്ത ചെയ്യാൻ ഞങ്ങളെ ലോകത്തെ ഭരിക്കുന്ന. അങ്ങനെയല്ല സഹോദരൻ, നിങ്ങൾ ഈ ലോകത്ത് ദുർഗന്ധം പകരുന്നവരാ. ലോകത്തെ ഭരിക്കാൻ വേറെ ആൾക്കാരെ ജനങ്ങൾ തെരഞ്ഞെടുത്താക്കി വെച്ചിട്ട് അവർ ലോകത്തെ ഭരിച്ചു. പക്ഷെ നിങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തെ ഭരിക്കുന്നവരല്ല, ലോകത്തിൽ നിങ്ങൾ സുഗന്ധം കൊടുക്കുന്നില്ലെന്നതോ ലോകത്തിൽ ദുർഗന്ധം വമിക്കുന്നവരാ. അങ്ങനെ ഒരു ജീവിതത്തിൽ ഞാൻ മടങ്ങി വന്നത് കൊണ്ടാണ് ഞാൻ ഇത്ര തൻ്റെ ഇടത്തോടെ പറയുന്നത്. നിങ്ങൾക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ അല്ലയ്യ, എൻ്റെ നാട്ടിൽ എന്നെ കുറിച്ച് ചോദിച്ചാൽ അവർ പറയും ഇത്രയും ദുർഗന്ധം വമിക്കുന്നവരില്ലായിരുന്നു പറയും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ എനിക്കൊന്നും പറയാൻ ലജ്ജയില്ല. ഞാൻ പറയോ, എന്നെ സ്നേഹിച്ചൊരു കർത്താവുണ്ട്. ഷാരൂനിലെ പനന്തിയ പുഷ്പമായി, എൻഗതി മുന്തിരിത്തോടിലെ മൈലാഞ്ചി പൂക്കര പോലെ, ആമി സ്തോത്രം വലിയ ലെബാന്റെ ദേവദാരു പോലെ, ആമി സ്തോത്രം മാത്രമല്ല അല്ലുലിയ മൂറിൻ തൈലം പോലെ, പരിമള തൈലം പോലെ, ആമി നരകം പോലെ, ആമി വെണ്മയിൽ ചുമപ്പോളനായി 10,000 അതിശ്രേഷ്ഠനായി യേശുവിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ, ഞാൻ യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ, അവൻ എൻ്റെ ഹൃദയം വിട്ടുകൊടുത്തപ്പോൾ, അവൻ എൻ്റെ ഹൃദയ സിംഹാസനത്തിൽ വന്നപ്പോൾ, അല്ലുലിയ ഞാൻ അവന് വേണ്ടി നർമ്മണ സുഗന്ധം സൗരഭ്യം പരത്തുന്ന ആമി ഒരാളായി മാറി. അതിന്റെ കാരണം എൻ്റെ ഉള്ളിൽ ഷാരൂന്റെ പരന്തപുരുഷമായ ക്രിസ്തു ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇത് ഭൂമിയിലുള്ളൊരു തോട്ടത്തിലും ഇല്ല കേട്ടോ, ഇത് സ്വർഗത്തിന് യേശു ക്രിസ്തുവിനാൽ നമുക്ക് ലഭ്യമാകുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മുടെ കർത്താവ് സർവാംഗ സുന്ദരൻ തന്നെ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്താ പറഞ്ഞാൽ അത് ശൂലേംകാരിയുടെ പ്രിയതമന് മറ്റ് പ്രിയതമനേക്കാൾ എന്ത് വിശേഷതയാണുള്ളത് എന്ന് യെരൂശലേം പുത്രിമാരുടെ ചോദ്യത്തിന് കാന്തിയുടെ അംഗപ്രത്യംഗ വർണ്ണനയാണ് ഈ വാക്യത്തിൽ കാണുന്നത്. യെരൂശലേം പുത്രിമാരെല്ലാം കൂടെ വന്ന് ചോദിച്ചു പ്രിയോട്, മറ്റുള്ള പ്രിയന്മാർക്കില്ലാത്ത ശ്രേഷ്ഠത എന്താണ് നിന്റെ പ്രിയന്? ഹല്ലേലൂയ. അപ്പൊ അവൾ പറഞ്ഞതാണ്, നിങ്ങൾ കാണുന്ന പ്രിയന്മാരല്ല എന്റെ പ്രിയൻ. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയന്മാരുണ്ടായിരിക്കും, ഒരുപാട് പ്രിയന്മാരെ നമ്മൾ കാണുന്നുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത പ്രത്യേകത എൻ്റെ പ്രിയനുണ്ട്. അതുകൊണ്ടാണ് ശൂലേക്കാരി തൻ്റെ കൂടെ യെരൂശലേം പുത്രന്മാരോട് പറയുകയാണ്, എൻ്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ 10,000 അതിശ്രേഷ്ഠൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, വെണ്മയും ചുമപ്പുള്ള 10,000 ശ്രേഷ്ഠനായിരിക്കുന്ന കർത്താവിനാൽ നീ വീണ്ടെടുക്കപ്പെട്ടവനാണോ? നീ കർത്താവിന് വേണ്ടി സൗരഭ്യം പരത്തുന്നവനാണോ? സഹോദരി, അതോ ഇന്നത്തെ MDMA ഒക്കെ അടിച്ച് സിന്തറ്റിസ് ഒക്കെ ഇഞ്ചക്ഷനും ഒക്കെ അടിച്ചിട്ട് നടക്കുകയാണോ? കഞ്ചാവും ചരസും കറുപ്പും ഹാഷിഷും ഹെറോയിനും ബ്രൗൺ ഷുഗറും തമ്പാക്കും പുകലയും വീടിയും മുറുക്കാനും തുളസിപ്പാക്കും ബബിൾഗും ചൂയിങ്ങോ എന്ന് വേണ്ട സകല വിഷവും, അണലി വിഷം പോലെയുള്ള ഈ കടുംവെട്ടൊക്കെ കുടിച്ചിട്ടും തിന്നിട്ടും നീ സുഗന്ധം പരത്തുന്നതിന് പകരം ദുർഗന്ധം പരത്തുന്നവനാണോ? എന്നിട്ട് തലമുറ അങ്ങനാണോ? ആണെങ്കിൽ ഇന്ന് പകൽ നീ മടങ്ങി വരണം. അല്ലെങ്കിൽ മടങ്ങി വന്ന് നീ മാനസാന്തരപ്പെട്ട് കർത്താവിന് വേണ്ടി സുഗന്ധം പരത്തുന്നവരായി മാറണം. രക്തം ചെയ്യും. അപ്പൊ ഇവിടെ പറയണ്ട, എൻ്റെ പ്രിയൻ നിങ്ങളുടെ പ്രിയൻ പോലെയല്ല. എൻ്റെ പ്രിയൻ ഹല്ലേലൂയ വെണ്മയിൽ ചുമപ്പോണവനാ, 10,000 അതിശ്രേഷ്ഠനാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അവൾ പറയുന്നത്, ഇന്നും ലോകത്തിൽ അനേകരെ ചോദിക്കുന്ന ചോദ്യമാണ്, യേശു ക്രിസ്തുവിന് മറ്റു ജാതികളുടെ ദേവന്മാരെക്കാൾ എന്ത് വിശേഷതയാണെന്ന്.
ഇന്നും ചോദിക്കുന്നുണ്ട്. യെശയ്യാ ചോദിച്ച പോലെ തന്നെ ഇന്നും ലോകത്തിൽ ഞങ്ങളുടെ ദേവന്മാരെക്കാൾ, ഞങ്ങളുടെ ദൈവത്തെക്കാൾ എന്താണ് നിങ്ങളുടെ ദൈവത്തിന് ശ്രേഷ്ഠതയെന്ന്. ഹല്ലേലൂയ. അതേ സ്നേഹിത, നിങ്ങളുടെ ദൈവത്തെക്കാൾ, നിങ്ങളുടെ ദേവന്മാരെക്കാൾ ഞങ്ങളുടെ ദൈവത്തിന്റെ ശ്രേഷ്ഠതയാണ് നിങ്ങൾ വിളിച്ചു പറയുന്നത്. അവൻ വെണ്മയും ചുമപ്പും ഉള്ളവനാണ്, അവൻ ശാരീരിക സർവാംഗ സുന്ദരനാണ്, ആമി 10,000 ശ്രേഷ്ഠനാണ്, അവൻ മൈലാജി എൻകിരി മുന്തിരിത്തോടെ മൈലാജി പൂക്കലയാണ്, രുവാനുടെ ദേവദാരുവാണ്, പരിമള തൈലമാണ്. ഹല്ലേലൂയ, സ്തോത്രം. പരിമള തൈലമാണ്, മൂടി തൈലമാണ്. അവൻ നരകം പോലെയാ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. മനോഹരമായ നരകം. അപ്പൊ ഞങ്ങളുടെ കർത്താവിന് അതിവിശേഷതയുണ്ട്. അവൻ സ്വർഗം മഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നതാണ്. സ്വർഗം വെട്ടി ഭൂമിയിലേക്ക് വന്നു. മാനകുലത്തിന്റെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ തന്ന് നമ്മുടെ പാപത്തെ കഴുകിക്കളഞ്ഞ് നമ്മുടെ ഉള്ള ദുർഗന്ധത്തെ നീക്കിക്കളഞ്ഞിട്ട് നമ്മെ വിശുദ്ധീകരിച്ചിട്ട് എന്ത് ചെയ്തു? നമ്മളെ സുഗന്ധമുള്ളവരാക്കി മാറ്റി. പ്രത്യേകിച്ച് ക്രൈസ്തവരൊന്ന് കേൾക്കണം കേട്ടോ. കത്തോലിക്ക ഈ ഭാഗത്തിൽപ്പെടുന്നവരും മറ്റ് ക്രൈസ്തവ ഭാഗത്തിൽപ്പെടുന്നവരും ഈ പെന്തക്കോസുകാരെയൊക്കെ ഒന്നുകൂടെ കേൾക്കുന്നത് നല്ലത്. എന്താണെന്നറിയാമോ? കർത്താവ് നമ്മളെ ദുർഗന്ധം വമിക്കുന്ന അനുഭവത്തിൽ വിളിച്ച് വേർതിരിച്ച് സുഗന്ധം പരത്താനാ. പിന്നെ നീ വീണ്ടും ദുർഗന്ധത്തിലേക്ക് പോകരുത്. നീ ഉപവസിച്ച് പ്രാർത്ഥിച്ച് വ്രതമൊക്കെ നോമ്പെടുത്തു ഒക്കെ ചെയ്ത് കഴിഞ്ഞ ദിവസങ്ങൾ ഏപ്രിൽ മാസമൊക്കെ നോമ്പ് വീടി കഴിഞ്ഞതല്ലേ ഉള്ളൂ. നോമ്പൊക്കെ 50 ദിവസം എടുത്ത് നോമ്പൊക്കെ ആചരിച്ച് വെളിയിൽ പോയി കൃത്യസമയത്ത് കുർബാനയെ കൊണ്ട് അന്നത്തെ അവിടെ ചടങ്ങുകളെല്ലാം നീ കൊണ്ടു. പക്ഷെ 50ാമത്തെ ദിവസം നീ കരവടച്ചില്ലേ? 50ാമത്തെ ദിവസം നീ പഴയതുപോലെയായില്ലേ? നീ ദുർഗന്ധം പരത്തുന്നവനായി മാറിയില്ലേ? നിന്റെ ഉപവാസം വ്രതം കഴിഞ്ഞ് നീ എങ്ങോട്ടാ ആദ്യം ഓടിപ്പോയത്? നീ ബീവറേജിലേക്കല്ലേ ഓടിപ്പോയേ? നീ എങ്ങോട്ടാ ഓടി? നീ കള്ളുഷാപ്പിലേക്ക് നീ എങ്ങോട്ടാ പോയേ? ബാറിലേക്കല്ലേ പോയേ? നീ അവിടെ ചെന്നിട്ട് നിന്റെ കഷത്തിൽ നിറച്ച്, നിന്റെ ബാഗ് നിറച്ച്, നിന്റെ വണ്ടി നിറച്ച്, നീ കുപ്പി മേടിച്ച് നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് കുടിച്ച് വീണ്ടും നീ ദുർഗന്ധം വമിക്കുന്നവനായി മാറിയില്ലേ? ദുർഗന്ധം വമിക്കുന്നവനായി മാറിയില്ലേ? അതിന്റെ മക്കൾക്ക് കൊടുത്തില്ല, എന്റെ സഹോദരങ്ങൾക്ക് കൊടുത്തില്ല, എതിർപുത്രാദികൾ കൊടുത്തില്ല, നിന്റെ വീട്ടുകാരെ എല്ലാം വിളിച്ച് നീ ദുർഗന്ധം പരത്തുന്ന ഈ കാട്ടുവിഷം, ഈ അണലിവിഷം പോലെ ഒരു കടുംപെട്ട് നിന്റെ കുടുംബത്തെ നീ ഊറ്റി കുടിച്ചില്ലേ? നീ 50 ദിവസം വ്രതമെടുത്ത് എന്തിനാണ്? പനിനീർ പുഷ്പമായിരിക്കുന്ന കർത്താവിനെ നിന്റെ ഹൃദയത്തിൽ അലങ്കരിച്ചുകൊണ്ട് നിന്റെ ഹൃദയത്തിൽ പനിനീർ പുഷ്പമായി കർത്താവിനെ ചേർത്ത് പിടിച്ച് 10,000 അതിസുന്ദരനായ ശ്രേഷ്ഠനായിരിക്കുന്ന ആ കർത്താവിനെ അനുഗമിക്കാൻ വേണ്ടിയല്ലേ നീ വ്രതമെടുത്തത്? പക്ഷെ നീ എന്താണ് ചെയ്തത്? നീ വീണ്ടും പഴയതുപോലെ ദുർഗന്ധം പരത്താൻ തുടങ്ങി. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടെ ക്രൈസ്തവ സമൂഹത്തിൽ പറയും, നിങ്ങൾ പിണങ്ങിയാലും പിണങ്ങിയില്ലേലും ഒന്നും എന്നെ സംബന്ധിച്ച വിഷയം ഞാനിതൊക്കെ ചെയ്തിങ്ങോട്ട് പോകുന്നതാ. ഇന്നെനിക്ക് മനസ്സിലായി, ഞാൻ ഒരിക്കലും കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് പോകാതെ ഞാൻ ഉപവസിക്കുന്നത് എന്റെ കർത്താവിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എനിക്ക് കർത്താവിനോട് ചേർന്ന് വസിക്കാൻ വേണ്ടി, അവൻ എന്നിൽ വസിക്കാൻ വേണ്ടി, എനിക്ക് അവനിൽ വസിക്കാൻ വേണ്ടിയിട്ടാണ്. അവനിൽ കൂടെ എനിക്ക് സൗരഭ്യമാകാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ എന്നോട് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ വ്രതമെടുത്തത്, നോമ്പെടുത്തത്. അല്ലാതെ ചടങ്ങല്ല, കർമ്മമല്ല, ഒരു ആചാരമല്ല. ശ്രോതാവേ, നീ എന്തിനാണ് കാമി വ്രതമെടുത്തത്? ചടങ്ങോ ആചാരമോ കർമ്മമോ? അതിന്റെ അവസാനം നീ എന്ത് ചെയ്തു? ഹല്ലേലൂയ. ഇന്ന് നീ ദുർഗന്ധം വമിക്കുന്നതിനായി മാറിയില്ലേ? പ്രൈസോ. ഇവിടെ കർത്താവ് ഞാൻ ശാരുവിന്റെ പനിനീർ പുഷ്പമാണെന്ന്. ഞാൻ ശാരുവിന്റെ പനിനീർ പുഷ്പം. ശാരുവിന്റെ അതാണ് ലോകത്തിലുള്ള ഒരുപാട് കാട്ടുപുഷ്പങ്ങളും ചെടികളും അതിൽ മനോഹരമായ പുഷ്പങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരു പുഷ്പമല്ല നമ്മുടെ കർത്താവ്. ശാരു പനിനീർ പുഷ്പം. നമ്മുടെ കർത്താവ് അത് ശ്രേഷ്ഠനാണ്. അപ്പൊ നീ കർത്താവിനെ അനുഗമിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാം, ഞാനൊരു പുസ്തകത്തിൽ വായിച്ചൊരു കഥയെ കൂടെ നിങ്ങളിലൂടെ കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന് ജവഹർലാൽ നെഹ്റു അല്ലേ, ഭാരതത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ഈ ജവഹർലാൽ നെഹ്റുവിന് ഒരു ചെറിയ പെൺകുട്ടി ദിവസേന മനോഹരമായ ഒരു റോസാപുഷ്പം സമ്മാനിക്കാറുണ്ടായിരുന്നു. അവളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം എന്നും, ഈ ജവഹർലാൽ നെഹ്റു ഇന്നും സ്നേഹത്തോടുകൂടി ആ പുഷ്പത്തെ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ അണിയുമായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ശരിയാണോന്ന് എനിക്കറിയത്തില്ല, ഞാൻ പുസ്തകത്തിൽ വായിച്ചത് കേട്ടോ. അപ്പം ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റുവിനെ സ്വാധീനിച്ച, അദ്ദേഹത്തെ സ്നേഹിച്ച ഒരു പെൺകുട്ടി എന്നും റോസപുഷ്പം കൊണ്ട് കൊടുക്കുമ്പോൾ ആ കുട്ടിയൊന്ന് പ്രീതിപ്പെടുത്താൻ വേണ്ടി ഈ പ്രധാനമന്ത്രി തനിക്ക് കെട്ടിയ പുഷ്പത്തെ തന്റെ ഉടുപ്പിൽ ചാർത്തിക്കൊണ്ട് നടക്കുമായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ റോസാപുഷ്പങ്ങളിൽ അതിരറ്റ സ്നേഹം ഉണ്ടായതാണ്. അങ്ങനെ ഈ റോസാപുഷ്പം കിട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തെ അദ്ദേഹത്തെ ഉള്ളിൽ ചേർത്ത് ഭയങ്കര സുഗന്ധം കൊടുക്കാൻ തുടങ്ങിയപ്പം ഈ പ്രധാനമന്ത്രി ഈ ജവഹർലാൽ ഈ പുഷ്പത്തോട്
വളരെ സ്നേഹം തോന്നി എന്നാ പറയുന്നത്. അളവറ്റ സ്നേഹം തോന്നി, മോഹമുണ്ടായി. അദ്ദേഹം എന്താണ്, തൻ്റെ വീടിൻ്റെ പിറകുവശത്ത് മനോഹരമായ ഒരു റോസാപ്പൂ തോട്ടം തന്നെ, അദ്ദേഹം പൂന്തോട്ടം തന്നെ ഉണ്ടാക്കിയെന്നാണ്. ലേരിയ. ഇനി അതൊക്കെ അറിയണ വല്ല പാർട്ടിക്കാരോടൊക്കെ ചോദിക്കട്ടെ. എനിക്കത് ഞാൻ പുസ്തകത്തിൽ വായിച്ച് പറഞ്ഞതുള്ളേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്ന് പിൻവശത്ത് വലിയൊരു റോസപ്പൂ നിറഞ്ഞൊരു പൂന്തോട്ടം തന്നെ ഉണ്ടാക്കി. ഓരോ ദിവസവും തനിക്ക് ഇഷ്ടപ്പെട്ട റോസപ്പൂ പറിച്ച് അദ്ദേഹം തന്റെ വസ്ത്രത്തിൽ അണിയുമായിരുന്നു. ലേരിയ. ഞാൻ കാരണം ഒരു പെൺകുട്ടിയാ, അവൾ എന്നും കൊണ്ടുകൊടുത്ത റോസപുഷ്പം അദ്ദേഹം വാങ്ങിയതിന്റെ ഉടുപ്പിൽ അണിഞ്ഞു. അല്ലേരിയ. അദ്ദേഹത്തെ അങ്ങ് ആകർഷിച്ചു. അതേ സ്നേഹിത, ഞാനീ പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയുമോ? നമ്മളീ ശാരൂരിലെ പനനീർ പുഷ്പമായിരിക്കുന്ന കർത്താവിനെ നമ്മൾ അണിഞ്ഞുകൊണ്ട് ധരിച്ചുകൊണ്ട് നമ്മൾ അതിൽ സുഗന്ധമുള്ളവരായി മാറണം. നമ്മൾ അതിൽ ആകർഷിക്കപ്പെടണം. രക്തം ചെയ്യും. എന്നിട്ട് പിന്നെന്താണ് കാണുന്നത്? ഈ ജവഹർലാൽ നെഹ്റു മരിച്ചു. പിന്നീട് അല്ലേരിയ, ഭാരതത്തിലെ ആദ്യത്തെ പ്രധാന, പിന്നീട് അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ തോട്ടക്കാരൻ ഒരു റോസാപുഷ്പം പറിച്ചു കൊണ്ടുവന്ന്, നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന പുഷ്പത്തെ കൊണ്ടുവന്നിരിക്കുന്നു, കണ്ണു തുറന്ന് നോക്കണമേ എന്ന് വേദനയോടെ വിലപിച്ചു. അല്ലേരിയ. തന്റെ തോട്ടക്കാവൽക്കാരനുണ്ടായിരുന്നു. ഈ തോട്ടക്കാവൽക്കാരൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രധാനമന്ത്രി ജവഹർലാലിന് ഇഷ്ടപ്പെട്ട റോസപ്പൂ പറിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ അരികിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, സാറേ കണ്ണു തുറന്ന് നോക്കണം, താങ്കൾ ഏറ്റവും ഇഷ്ടപ്പെട്ട റോസപ്പൂവ. ഹല്ലേലൂയ, സ്തോത്രം. അദ്ദേഹം വേദനയോടെ വിലപിച്ചു. എന്ന നിത്യമഹിമയെ തരുന്ന സ്വർഗീയ ശാരൂനിലെ പനിനീർ പുഷ്പത്തെ അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. തോട്ടത്തിലെ റോസപുഷ്പം അതേ അണിഞ്ഞ് കൊണ്ട് നടന്നു. പക്ഷേ നിത്യമഹിമ തരുന്ന, നിത്യ സന്തോഷം തരുന്ന, നിത്യ സൗരഭ്യം തരുന്ന ശാരൂരിലെ അല്ലെങ്കിൽ പനനീർ പുഷ്പത്തെ അല്ലെങ്കിൽ അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. ഹല്ലേലൂയ. യേശു വെറും ഒരു റോസാപുഷ്പമല്ല സ്നേഹിത. യേശു വെറും ഒരു റോസാപുഷ്പമല്ല, വേറൊരു മുല്ലപ്പൂ അല്ല. ഹല്ലേലൂയ. യേശു ശാരോനിലെ പനനീർ പുഷ്പമാണ്. ശാരോൻ എന്ന് പറയുന്നത് ഫലപുഷ്ടിയുള്ളതുമായ ഉയർന്ന സ്ഥലം. ആ സ്ഥലത്തെ എല്ലാവർക്കും എവിടെ ഇരുന്നാലും കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ ഈ ഭൂമിയിലുള്ള അനവധി പുഷ്പങ്ങളുണ്ട്. ആ പുഷ്പങ്ങളെക്കാൾ എത്രയോ ശ്രേഷ്ഠമായതാണ് ശാരോനിലെ പനനീർ പുഷ്പമായിരിക്കുന്ന ക്രിസ്തു. ശാരൂനിലെ പനനീർ പുഷ്പമായിരിക്കും ക്രിസ്തുവിനെ നീ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ ഈ ഭൂമി നീ നഷ്ടപ്പെട്ടു പോയില്ല. അപ്പം പൂന്തോട്ടക്കാരൻ, സാറേ കണ്ണു തുറക്ക്, താങ്കൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പുഷ്പമല്ലേ റോസപ്പൂ, ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിൽ ഇത് കൊണ്ടുവന്നിരിക്കുന്നു, കണ്ണു തുറന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അദ്ദേഹത്തിന് കണ്ണു തുറന്ന് നോക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അദ്ദേഹം എന്നേക്കും വിട പറഞ്ഞു. എന്നാൽ ശാരൂനിലെ പനനീർ പുഷ്പമായിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിനാൽ അലങ്കൃതമായി അലങ്കരിക്കപ്പെട്ട് സൗരഭ്യം വരുത്തുന്ന അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ഹല്ലേലൂയ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സ്ഥിതികൾക്ക് ദൈവം മാറ്റങ്ങൾ കൊടുത്തേനെ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, സഹോദരൻ, ശാരൂൻ എന്ന് പറയുന്നത് ഫലപുഷ്ടമായ ഉയർന്ന സ്ഥലമാണ്. ആ സ്ഥലത്തെ എല്ലാവർക്കും എവിടെ ഇരുന്നാലും കാണുവാൻ സാധിക്കും. സാധുക്കൾക്കും പണക്കാർക്കും അതിന്റെ അരികിൽ ഓടി വന്ന് ആ റോസാപുഷ്പത്തിന്റെ വാസനയെ അനുഭവിക്കുവാൻ സാധിക്കും. വലിയവർക്കും ചെറിയവർക്കും എല്ലാം ഓടി വന്ന് അല്ലെങ്കിൽ ശാരോനിലെ റോസാപുഷ്പത്തിന്റെ അല്ലേലൂയ സ്തോത്രം വാസന അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. അനുഭവിക്കാൻ സാധിക്കും. എന്നാൽ ശാരോനിലെ പനനീർ പുഷ്പമായി ക്രിസ്തുവിന്റെ എല്ലാ മഹിമയും വെണ്മയും നറുമണവും അഴകും സൗന്ദര്യവും എല്ലാം നമ്മൾ അനുഭവിക്കണം. ഭൂമിയിലുള്ളതിനേക്കാളല്ല, ഭൂമിയിലുള്ളതിനേക്കാൾ അതിശ്രേഷ്ഠമായ ശാരൂനിലെ പനനീർ പുഷ്പമായി ക്രിസ്തുവിനേശുള്ള സൗരഭ്യവും നറുമണവും സുഗന്ധം എല്ലാം നമ്മൾ അനുഭവിച്ച് നമ്മളെല്ലാ ദിവസവും സൗരഭ്യം വരുത്തുന്നവരായി ക്രിസ്തുവിന് വേണ്ടി നമ്മൾ നിൽക്കണം. നമ്മുടെ ഉള്ളിലെ ദുർഗന്ധങ്ങളെ നീക്കിക്കളഞ്ഞിട്ട് നമ്മൾ സുഗന്ധമുള്ളവരായി മാറണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ദൈവത്തിന്റെ വചനം പറയുകയാണ്, നമ്മുടെ കർത്താവ് സർവാംഗ സുന്ദരനാണ്. മണമുള്ള വാസന വീശുവാൻ അവന് മാത്രമേ കഴിയുള്ളൂ. നമ്മുടെ കർത്താവിന് മാത്രമേ സുഗന്ധമുള്ള വാസന വീശുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ.
സുഗന്ധമുള്ള വാസന. ഞാൻ പറയട്ടെ, നിങ്ങൾ ഓരോരുത്തരും പാപത്തിന്റെ അധീനതയിൽ വീണ് പാപത്തിന്റെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് കിടന്നപ്പോൾ, പാപ ശരീരത്തിൽ ജീവിച്ചപ്പോൾ, ക്രിസ്തുവുമായി ബന്ധമില്ലാതെ ജീവിച്ച കാലഘട്ടത്തിൽ ലോകപ്രകാരം നിങ്ങൾ ഒരുപാട് ദുർഗന്ധം വഹിക്കുന്നവരായിരുന്നു. ലോകപ്രകാരം ഒരുപാട് ദുർഗന്ധം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ദൈവം അതിൽ നിന്നെ വിളിച്ച് വേർതിരിച്ച് ശാരൂരിലെ പനനീർ പുഷ്പമായിരിക്കുന്ന ക്രിസ്തുവിനോട് നിന്നെ ചേർത്തിട്ട് ക്രിസ്തുവിനെ നിന്റെ ഉള്ളിൽ തന്ന് ക്രിസ്തുവിനെ നീ അലങ്കരിച്ചു. ക്രിസ്തുവിനാൽ നീ അലങ്കരിക്കപ്പെട്ട് ക്രിസ്തുവിനെ നീ ധരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ക്രിസ്തുവേശുള്ള സൗരഭ്യം നിന്നിലൂടെ പുറത്തു വരാൻ തുടങ്ങി. ഇന്ന് നീ ദുർഗന്ധം പരത്തുന്നവനല്ല, നീ ലോകത്തിനുള്ളിൽ സൗരഭ്യം വീശുന്നവളാ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതമൊക്കെ എന്താണെന്ന് നോക്കുന്ന നല്ലതാ കേട്ടോ. എന്നിട്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഹല്ലേലൂയ, ഇതിനെക്കുറിച്ച് നമ്മൾ പൗലോസ് പറഞ്ഞൊരു ഭാഗം കൂടെ വായിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. പൗലോസ് തന്റെ ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ 2 കൊരിന്ത്യർ ലേഖനം, ഹല്ലേലൂയ, 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ്: ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഒരു പറയാം, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പൗലോസ് പറഞ്ഞെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് അതിന് പറയുവാൻ കഴിയുമോ? വ്യക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഈ പൗലോസിന്റെ ഒരു ആത്മാർത്ഥതയാണ് അവിടെ കാണുന്നത്. കുരിന്ത്യരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പൗലോസ് ഭാരപ്പെട്ടിരുന്നത്. ഈ വാക്യത്തിൽ നമുക്ക് 13-ാം വാക്യത്തിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ പൗലോസ് കുരിന്ത്യരുടെ ഇടയില് പൗലോസ് ഒരു സൗരഭ്യവാസനയായി മാറുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഞാനും നിങ്ങൾ ഈ ലോകത്തിൽ നിന്നും നടുവില് സൗരഭ്യം പരത്തുന്നവരായിരിക്കണം. ഈ ലോകത്തിന്റെ നടുവിൽ നമ്മൾ സൗരഭ്യം വീശുന്നവരായിരിക്കണം. വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ഉത്തമഗീതം 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ആദ്യ ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. ഞാൻ ശാരൂനിലെ പനനീർ പുഷ്പമാണ്. അപ്പൊ ശാരൂനിലെ പനനീർ പുഷ്പമാണെന്ന് ശലോമോൻ പ്രിയൻ കാന്തിയോട് പറഞ്ഞതാ. ഹല്ലേലൂയ. സ്തോത്രം. അതെ, നമ്മുടെ കർത്താവ് ശാരൂനിലെ പനനീർ പുഷ്പമാണ്. നമ്മുടെ കർത്താവ് ശാരൂനിലെ പനനീർ പുഷ്പം. നീ ആ കർത്താവിനാൽ അലങ്കരിക്കപ്പെടണം. ഹല്ലേലൂയ. നിന്റെ കഷ്ടങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങൾ, ദുഃഖങ്ങൾ, കണ്ണുനീരുകൾ, നീ കടന്നു പോകുന്ന മേഖലകൾ, നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങളെല്ലാം മാറ്റി നിന്നെ സൗരഭ്യമാക്കുവാൻ ദൈവത്തിന് കഴിയും. ഇന്നലകളിൽ നീ കരഞ്ഞതും പ്രാർത്ഥിച്ചതും കണ്ണുനീർ തൂക്കിയതും മറ്റുള്ളവരുടെ മുമ്പിൽ നീ ഒരു ദുർഗന്ധം പോലെ നീ ആയിട്ടുണ്ടെങ്കിൽ, നിന്നെ ആർക്കും വേണ്ടാതിനെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് പറയുന്ന ശക്തമായ ദൂത്, ശാരൂന്റെ പനനീർ പുഷ്പമായിരിക്കും യേശു ക്രിസ്തുവിനാൽ നീ അലങ്കരിക്കപ്പെട്ടിട്ടുള്ളവളാണോ? ദൈവം നിന്നെ സുഗന്ധമാക്കാൻ പോവുക. ദൈവം നിന്റെ കുടുംബത്തിൽ സുഗന്ധത്തിലേക്ക് കൊണ്ടുവരാൻ പോവുക, സൗരഭ്യത്തിലേക്ക് കൊണ്ടുവരാൻ പോവുക. അടുത്ത നിമിഷങ്ങളിൽ സംഭവിക്കുന്ന വാർത്ത നിനക്ക് മറ്റുള്ള മുമ്പിൽ പങ്കുവെക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് കണ്ണുകൾ അടച്ചായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ശാരൂനിലെ പനനീർ പുഷ്പമായിരിക്കും കർത്താവിനെ എല്ലാവരും ഹൃദയം കൊണ്ട് സ്വീകരിച്ച് ക്രിസ്തുവിനാൽ അലങ്കരിക്കപ്പെട്ട് മറ്റുള്ളവർക്ക് സൗരഭ്യം വരുത്തുന്നവരായി തീരുവട്ടെയാകണമേ. മനുഷ്യൻ കടന്നു പോകുന്ന സകല ദുർഗന്ധങ്ങളെ നടിയുന്നവനെ വെടിവിച്ച് കർത്താവ് ഈ ജനമെല്ലാം മടങ്ങി കർത്താവ് യേശു ക്രിസ്തുവിനാൽ വീണ്ടെടുപ്പ് പ്രാപിച്ചുകൊണ്ട് ഇന്നലകളിൽ അവരുടെ കഷ്ടങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങൾ, കണ്ണുനീരെല്ലാം മാറ്റി തകർന്നു കിടക്കുന്ന ജീവിതങ്ങൾ, നിരാശപ്പെട്ട് കിടക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അവരെ വിടിവിച്ച് സ്വതന്ത്രമാക്കണമേ പ്രാർത്ഥിക്കുന്നു. കേരളത്തിലും ഭാരതലോക രാജ്യങ്ങളുള്ള സകല ജനത്തെ, എല്ലാ ന്യായാധിപന്മാര്, ഭരണാധിപന്മാരെ, എല്ലാ ക്രമസമാധാന പാലകരെ, എല്ലാ മത നേതാക്കൾ, രാഷ്ട്രീയക്കാർ അടക്കമുള്ള സകല ജനത്തെ, ആപാലവൃത്തം ജനങ്ങളെ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാവരും തങ്ങളെ ദുർഗന്ധം വിട്ട് മടങ്ങി വന്ന് സുഗന്ധം പരത്തുന്നവരായി സൗരഭ്യമായി മാറുവാൻ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾക്ക്, ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വീണ്ടും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.